മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 5 മാസം പിന്നിട്ടിട്ടും പുനരധിവാസം യാഥാർത്ഥ്യമാകാത്തതിനെതിരെയാണ് ദുരിതബാധിതർ ദുരന്തം നേരിട്ടവർ കലക്ട്രേറ്റിലേക്ക് മാർച്ചുമായി എത്തിയിട്ടുള്ളത്. കണ്ണു തുറക്കൂ സർക്കാരേ, കണ്ണു തുറക്കൂ സർക്കാരേ. വീടും പോയി കുടുംബവും പോയി, വീടും പോയി കുടുംബം പോയി. പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം സ്വപ്നം മാത്രം. ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ. മറുപടി പറയൂ സർക്കാരേ, എന്ന് നടക്കും പുനരധിവാസം, എന്ന് നടക്കും പുനരധിവാസം. പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം സ്വപ്നം മാത്രം. ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ. തെരുവിൽ നിൽക്കും ഞങ്ങൾക്ക്, തെരുവിൽ നിൽക്കും ഞങ്ങൾക്ക്, തെരുവിൽ നിൽക്കും ഞങ്ങൾക്ക്, തെരുവിൽ നിൽക്കും ഞങ്ങൾക്ക്. വാഗ്ദാനങ്ങൾ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ മാത്രം പോരാ. ഒരു പിടി മണ്ണും ഉറങ്ങാൻ വീട്, ഒരു പിടി മണ്ണും ഉറങ്ങാൻ വീട്, ഒരു പിടി മണ്ണും ഉറങ്ങാൻ വീട്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും, മുണ്ടക്കൈയിലും ചൂരൽമലയിലും, മുണ്ടക്കൈയിലും ചൂരൽമലയിലും, മുണ്ടക്കൈയിലും ചൂരൽമലയിലും. തെരുവിൽ നിൽക്കും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം പോരാ, ഒരു പിടി മണ്ണ്. എന്ന് നടക്കും പുനരധിവാസം, എന്ന് നടക്കും പുനരധിവാസം. മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ അധികാരികളെ, മറുപടി പറയൂ സർക്കാരേ, മറുപടി പറയൂ സർക്കാരേ. പോരാട്ടം ഇത് പോരാട്ടം, പോരാട്ടം ഇത് പോരാട്ടം, അവകാശങ്ങൾക്കുള്ള പോരാട്ടം. പുനരധിവാസം എന്ന് നടക്കും, പുനരധിവാസം എന്ന് നടക്കും. തന്നെ തീരൂ, തന്നെ തീരൂ. ഈ സമരം സൂചന മാത്രം, സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ കത്തിപ്പടരും ഈ സമരം, ജനകീയ ശബ്ദം സിന്ദാബാദ്, ജനകീയ ശബ്ദം സിന്ദാബാദ്, ജനകീയ ശബ്ദം സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. മുണ്ടക്കൈയിലും ചൂരൽമലയിലും, മുണ്ടക്കൈയിലും ചൂരൽമലയിലും, മുണ്ടക്കൈയിലും ചൂരൽമലയിലും, മുണ്ടക്കൈയിലും ചൂരൽമലയിലും. ഒറ്റ രാത്രിക്കെല്ലാം പോയ, ഒറ്റ രാത്രിക്കെല്ലാം പോയ, ഒറ്റ രാത്രിക്കെല്ലാം പോയ, ഒറ്റ രാത്രിക്കെല്ലാം പോയ. ഭാഗ്യം കെട്ട മനുഷ്യർ ഞങ്ങൾ, ഭാഗ്യം കെട്ട മനുഷ്യർ ഞങ്ങൾ, ഭാഗ്യം കെട്ട മനുഷ്യർ ഞങ്ങൾ, ഭാഗ്യം കെട്ട മനുഷ്യർ ഞങ്ങൾ. മാസം 5 കഴിഞ്ഞിട്ടോ, മാസം 5 കഴിഞ്ഞിട്ടോ, മാസം 5 കഴിഞ്ഞിട്ടോ, മാസം 5 കഴിഞ്ഞിട്ടോ. പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം. മാസം 5 കഴിഞ്ഞിട്ടോ, മാസം 5 കഴിഞ്ഞിട്ടോ, മാസം 5 കഴിഞ്ഞിട്ടോ, മാസം 5 കഴിഞ്ഞിട്ടോ. പുനരധിവാസം സ്വപ്നം മാത്രം, പുനരധിവാസം സ്വപ്നം മാത്രം. ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ, ഭൂമി എവിടെ സർക്കാരേ. തെരുവിൽ നിൽക്കും ജനങ്ങൾ ഞങ്ങൾ, തെരുവിൽ നിൽക്കും ജനങ്ങൾ ഞങ്ങൾ, തെരുവിൽ നിൽക്കും ജനങ്ങൾ ഞങ്ങൾ, തെരുവിൽ നിൽക്കും ജനങ്ങൾ ഞങ്ങൾ. വാഗ്ദാനങ്ങൾ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ മാത്രം പോരാ, വാഗ്ദാനങ്ങൾ മാത്രം പോരാ. ഒരു പിടി മണ്ണും
ഉറങ്ങാൻ വീടും ഒരു പിടി മണ്ണും ഉറങ്ങാൻ വീടും തന്നെ തീരൂ തന്നെ തീരൂ. ഈ ഒരു സമരം സൂചന മാത്രം. പ്രധാനപ്പെട്ട 8 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദുരിതബാധിതർ കലക്ടറേറ്റിലേക്ക് എത്തിയത്. പിന്നീട് ഇവർ കലക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഈ 8 ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇനിയും സമരം ആരംഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഞാനൊക്കെ ഇപ്പൊ കൽപ്പറ്റയിലാണ് താമസം. ഒറ്റ രാത്രി ഒരു 1/2 മീറ്ററും കൂടെ ഉയരത്തില് വെള്ളം വന്നിരുന്നുവെങ്കിൽ ഞാനും എന്റെ കുടുംബവും മുഴുവനായിട്ടും ഇല്ലാതാവുമായിരുന്നു. 1/2 മീറ്ററും കൂടെ വെള്ളം ഉയർന്നിരുന്നെങ്കിൽ എന്റെ അടുക്കളയിലാണ് 5 ടണ്ണിൽ ഒരു 10 ടൺ മരമെങ്കിലും ഉണ്ടാവും എന്റെ അടുക്കളയിൽ. ഇതാണ് അവസ്ഥ. അപ്പൊ ഇനിയും നമ്മൾ അവിടെ പോയി താമസിക്കേണ്ട ആൾക്കാരാണോ? നമ്മൾ ചൂരൽമലയിൽ പോയി താമസിക്കേണ്ട ആളുകളാണോ? അല്ല. നമ്മളെ പുനരധിവസിപ്പിക്കണം. നമ്മുടെ ആവശ്യം സർക്കാരിന് ഭൂമി കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ വയനാട്ടിലെ പ്ലാന്റേഷൻ ഭൂമി എന്നൊരു പേര് പറഞ്ഞ് സർക്കാർ നമ്മളെ നീട്ടിക്കൊണ്ടുവന്നു. നമ്മൾ ബലമായി സംശയിക്കുന്നത് എന്താ അറിയോ? കേന്ദ്ര സർക്കാർ നമ്മളെ സഹായിച്ചിട്ടില്ല. യാഥാർത്ഥ്യമാണ്. ഒരു മിഠായിക്ക് പോലും ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ നമ്മൾ ഒരു മിഠായി പോലും ഇതിന്റെ പേരിൽ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. തരാം എന്ന് പറഞ്ഞ പശുവിനെ പുല്ല് കാണിച്ച് ആലയിൽ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ ഇത്രയും ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അതിൽ നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ നവംബർ 13-നാണ് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കണക്കുകൾ നൽകിയത്. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം കേന്ദ്രത്തിനെതിരെ ഒരു സമരം ചെയ്യായിരുന്നത്. നമ്മൾ സമരവുമായി പോസ്റ്റ് ഓഫീസ് പഠിക്കലും വേണ്ടി വന്നാൽ ഡൽഹിയിലും നമ്മൾ പോകും. ഒരു തർക്കമില്ല. നമ്മൾ പോയേ പറ്റൂ. നമ്മൾ എന്തിന്റെ പേരിലാണ് നമ്മൾ ലോൺ എടുത്തത്? നമ്മളെല്ലാവരും കുടുംബശ്രീ മുതൽ ഗോൾഡ് ലോൺ വരെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ എന്തിന്റെ പേരിലാണ് ലോൺ എടുത്തത്? നമ്മൾ പല രീതിയിലുള്ള വരുമാനങ്ങൾ അവിടെ നിന്നുണ്ടായിരുന്നു. ആ വരുമാനങ്ങൾ മുഴുവൻ നിലച്ചു. നമ്മൾ എങ്ങനെ ലോൺ തിരിച്ചടക്കും? ഗോൾഡ് ലോൺ നമ്മൾ എങ്ങനെ തിരിച്ചടക്കും? നമ്മളെ കുടുംബശ്രീ ലോൺ എങ്ങനെ തിരിച്ചടക്കും? വാഹന ലോണ് നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. എന്റെ ഭർത്താവ് ക്യാൻസറായി മരിച്ചു. പറക്കമുറ്റാന്റെ മക്കളെ പോറ്റപ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. എന്റെ മക്കളെയും കൊടുത്തിട്ട് മക്കളെ വീടൊക്കെ പോയി. ഞാൻ ആർട്ടിഫിഷ്യല്ല, നടക്കാൻ വയ്യ. കൊളസ്ട്രോൾ, പ്രഷർ, എല്ലാ സംഗതിയുണ്ട്. ഒരു മാസം 6000 രൂപ വേണം. ഈ വീട് പോയ മക്കളെ എന്നെ നോക്കിയിരുന്നത്. അവർക്ക് യാതൊരു ഗതിയില്ല. ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങൾക്ക് അഞ്ചുറങ്ങാൻ വീട് വേണം. അത് ഏത് സർക്കാരെ അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും. അതാരായാലും വീട് വേണം, നിർബന്ധ. ഞങ്ങളെ മക്കൾ വാസയോഗ്യമില്ലാത്ത ഒരു കുട്ടി നിൽക്കുന്നത്. ഒരു കുട്ടീനെ മുഴുവനും പോയി. വീട്, വണ്ടി. ഇന്നും എന്റെ കുട്ടിയെ മണ്ണിന്റെ ഉള്ളിൽ നിന്നാ കിട്ടിയത്. ഇന്നും അവൻ ശ്വാസം മുട്ടും. പണിയെടുക്കാൻ പറ്റാത്ത ചേറാ പുറത്ത് വരുന്നത്. ശ്വാസത്തിൽ കിടന്നു. യാതൊരാളും സഹായം കിട്ടില്ല. ഒരു കിറ്റിന്റെ മുമ്പിൽ ഞാൻ പോയിട്ടില്ല. ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഇത് ഞാൻ വയ്യാത്ത വന്ന എന്തുകൊണ്ടറിയോ? എന്റെ മക്കളെ സംരക്ഷിക്കുക. എന്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 7 പേരെ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കണേ. വീട് അടച്ചു നിൽക്കണം. 8000 രൂപ വാടക വേണം. ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല. എനിക്ക് ആൺമക്കളില്ല, ഭർത്താവില്ല. എനിക്ക് 3 പെൺകുട്ടികളാ. അവരെ സുരക്ഷിതം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എനിക്ക് നിലകൊള്ളുന്നവർക്ക് വേണ്ടിയാ. ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്നത് എന്തുകൊണ്ടറിയോ? ആർട്ടിഫിഷ്യൽ നാളെ ഒരു അറ്റാക്ക് വന്നാലും സാരല്ല, വരുന്ന കൊണ്ടായാലും സാരല്ല. പക്ഷെ എൻ്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാനുള്ള കിടപ്പാടം വേണം. മാളികപ്പുര വേണം ഞാൻ പറയില്ല. ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാണ്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം, നിർബന്ധ. അതിന് യാതൊരു സംശയമല്ല. തരണം. നമ്മളെ അവകാശങ്ങളാ. ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല. മക്കളെ പോറ്റാൻ ഗതി കെട്ടുകൊണ്ട് പ്രവാസിയായി. 23 കൊല്ലം പ്രവാസിയായി. വന്നതിന്റെ 3 ദിവസം 2 മുഴ എടുത്ത് കളഞ്ഞു. അറ്റാക്ക് വന്നു. നടക്കാൻ വയ്യ. എന്നിട്ട് ഞാൻ വന്ന എന്തുകൊണ്ടറിയാം? എന്റെ മക്കൾക്ക് വേണ്ടി, അതുപോലെ എന്നെ പോലുള്ള ഒരുപാട് മക്കൾക്ക് വേണ്ടി. അതിനു വേണ്ടിയാ വന്നത്. അല്ലെങ്കിൽ കൈ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എനിക്ക് പോകണം. നടക്കാൻ വയ്യ. എന്റെ മക്കൾക്ക് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ സർക്കാരിനോട് പറയണം. മക്കൾക്ക് ഉപകാരം ചെയ്യണം. എനിക്ക് ആ മക്കളില്ല. ഞാൻ ഈ പെൺമക്കളെ ആശ്രയിച്ചാൽ നിൽക്കണേ. അവരുടെ മക്കൾ കൊണ്ട് കഞ്ഞിയാ ഞാൻ കുടിക്കണേ. അപ്പൊ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ഞാൻ വീടുണ്ടാക്കാൻ പറ്റില്ല. ജോലിക്ക് പോകാൻ പറ്റില്ല. ഇനി പ്രവാസിയാകാൻ പറ്റൂല. ഇത്ര കാലം 27 വയസ്സിൽ 93-ൽ ഗൾഫ് നാട്ടിലേക്ക് പോയതാ ഞാൻ. അതിലുണ്ടാക്കുന്ന ഒരു വീട് ഞങ്ങൾക്ക് താമസിക്കാനുള്ള പൂതി ഉണ്ടായിട്ടില്ല. സർക്കാർ കൊടുക്കുന്ന വീടിന് ഗതികേട് കൊണ്ടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.
മുണ്ടക്കായിൽ ചൂരൽമലയിൽ ഒരൊറ്റ രാത്രിക്കെല്ലാം പോയ ഭാഗ്യം കെട്ട മനുഷ്യർ ഞങ്ങൾ മാസം മഞ്ച് കഴിഞ്ഞിട്ടും പുനരധിവാസം സ്വപ്നം മാത്രം ഭൂമി എവിടെ സർക്കാരെ തെരുവിൽ നിൽക്കും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രം പോരാ ഒരു പിടി മണ്ണ് മുറങ്ങാൻ വീടും തന്നേ തീരൂ അതേ സ്ഥലത്ത് വെള്ളലിപ്പാറയുടെ മുകളിൽ നിന്ന് തന്നെയാണ് 2024 അപ്പോൾ തന്നെ ആ വിദഗ്ധൻ വെറും ഒരു ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ യജമാനന്റെ വോയിസ് ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു മെഗാഫോൺ മാത്രമാണ് ജോൺ മത്തായി എന്ന് നമുക്ക് മനസ്സിലായത്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ഒരു ക്ലോസ് വെച്ചിരിക്കുകയാണ് 30 മീറ്റർ. ഇതിന്റെ ഉദ്ഭവസ്ഥാനത്ത് 60 മീറ്ററും മുണ്ടക്കൈ ടൗൺ മുതൽ 30 മീറ്റർ. ഇപ്പൊ അത് 50 മീറ്റർ ആക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതോ ഒരു പടത്തിലുണ്ടല്ലോ പുറപ്പെട്ടു വേണമെങ്കിൽ 1/2 മണിക്കൂർ മുമ്പ് പുറപ്പെടാന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ 50 മീറ്ററും 30 മീറ്റർ ആക്കിയിരിക്കുക. എന്താ 30 മീറ്റർ? ഈ പുഴയൊഴുകിയ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഇല്ലെങ്കിൽ ഉരുളൊഴുകിയ വഴിയിൽ നിന്നും 50 മീറ്റർ. ഞങ്ങളോട് ഇവിടുത്തെ കളക്ടർ പറഞ്ഞത് പുഴയിൽ നിന്നും 50 മീറ്റർ എന്നാ. അത് ഞങ്ങൾ മാറ്റിവെക്കാം. ഒരു ടങ് സ്ലിപ്പ് ആണെന്ന് കരുതി ഞങ്ങൾ അത് മറക്കാം. ഉരുളൊഴുകിയ വഴിയിൽ നിന്ന് തന്നെ 50 മീറ്റർ ആണെങ്കിൽ സുഹൃത്തുക്കളെ, ഈ നസീറിന്റെ വീട് പുഴയിൽ നിന്ന് 400 മീറ്റർ അകലെയാ. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുക്കളയിലാണ് മരങ്ങൾ അടിഞ്ഞു കിടക്കുന്നത്. 400 മീറ്റർ അകലെ ഉണ്ടായിരുന്നു. ഇപ്പൊ 50 മീറ്ററിനക ഗോസോണും നോ ഗോസോണും. അതായത് നോ ഗോസോൺ ആണ് 50 മീറ്റർ, അതിന് പുറത്ത് നോ ഗോസോൺ. അങ്ങനെയാണ് അന്നേ തീരൂ ഈ സമരം സൂചന മാത്രം. കത്തിപ്പടരും ഈ സമരം പരിഗണിക്കുന്നുണ്ട്. അട്ടമലക്കാരെ പ്രത്യേകം അവരുടെ പുനരധിവാസത്തിൽ പരിഗണിക്കുന്നുണ്ട് പറഞ്ഞു. പിന്നെ അതുപോലെ അവർ വലിയൊരു കാര്യം പറഞ്ഞു, ഇനിയും പൊട്ടാൻ അവിടെ സാധ്യത. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് ഞങ്ങൾ പൊതുവെ അംഗീകരിക്കുന്നില്ല. പലരും പുറത്താണ് നിൽക്കുന്നത്. അതിൽ 5 ഫേസായിട്ടാണ് നമ്മൾ കളക്ടർ ഇപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് കുടുംബശ്രീ, അതുപോലെ തന്നെ ആശാ വർക്കർ, അതുപോലെ തന്നെ ഹരിത കർമ്മസേന, ഇവരൊക്കെയാണ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ റേഷൻ കാർഡ് അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ കറണ്ട് ബില്ല് അടിസ്ഥാനത്തിലൊക്കെ ആണ് ഈ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ DNA കാര്യം ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ഇതുവരെയായിട്ട് കിട്ടിയില്ല. കണ്ണൂരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ വാഹനത്തിൻ്റെ ലോണുകൾ, അതുപോലെ തന്നെ ഗോൾഡ് ലോൺ, കൃഷി ആവശ്യങ്ങൾക്ക് വെച്ച ഗോൾഡ് ലോൺ എന്നിവയൊക്കെ പിന്നെ നിലവിൽ മേഡം ബാങ്കുകാരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അവർ ബോർഡ് ഇതുവരെയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്, ഈ കടങ്ങൾ പൂർണ്ണമായിട്ട് എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട്. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ഇതിന് അർഹതപ്പെട്ട ആളുകൾ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊരു ആവശ്യങ്ങളോ എന്തൊരു വിഷയങ്ങളുണ്ടായി നേരിട്ട് കളക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. ഈ ക്ഷീര കർഷകർക്ക് ഇപ്പോൾ നിലവിൽ പശുക്കൾ അവിടെ 100-200 പശുക്കളുണ്ട്. എസ്റ്റേറ്റിലാണ് അത് നെയ്യുന്നതും എസ്റ്റേറ്റിൽ തന്നെയാണ്, പഴയ സ്ഥലത്ത് തന്നെയാണ് പോയിട്ട് അത് നിൽക്കുന്നതും. അപ്പോൾ ഈ കറവുകാർക്ക് ഈ പാല് കറക്കാനും വൈകുന്നേരങ്ങളിൽ പോകാനുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇല്ല. അതിന് വേണ്ടിയിട്ട് സോളാർ പാനൽ ഘടിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 8 ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്.